ഓഫ് ലെഗ്രാഞ്ചി വളരെ പ്രധാനപ്പെട്ടാണ്. അതിന് ഒരു പേരുണ്ട്. അതുകൊണ്ട് തന്നെ അത് അല്ലെങ്കിൽ തന്നെ ലെഗ്രാഞ്ചിസ് തിയറം ഫേമസ് തിയറമാണ്, പഠിക്കണം. തിയറം ലെറ്റ് എച്ച് ബി എ സബ് ഗ്രൂപ്പ് ഓഫ് എ ഫൈനൈറ്റ് ഗ്രൂപ്പ് ജി ദെൻ ദി ഓർഡർ ഓഫ് എച്ച് ഈസ് എ ഡിവൈസർ ഓഫ് ദി ഓർഡർ ഓഫ് ജി. ഓക്കെ, അപ്പോൾ എച്ച് സബ് ഗ്രൂപ്പ് ആണെങ്കിൽ എച്ചിൻ്റെ ഓർഡർ ജിൻ്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ്ലി വി ഷോ ദാറ്റ് എവരി കോസറ്റ് ലെഫ്റ്റ് ഓർ റൈറ്റ് ഓഫ് എ സബ് ഗ്രൂപ്പ് എച്ച് ഓഫ് എ ഗ്രൂപ്പ് ജി ഹാസ് ദി സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആസ് എച്ച്. നമ്മൾ ആദ്യം കാണിക്കാൻ പോകുന്നത് ഏതൊരു സബ് ഗ്രൂപ്പിനും അതിൻ്റെ എല്ലാ കോസറ്റുമായിട്ട് സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണുള്ളതെന്നാണ് നമുക്ക് ആദ്യമായിട്ട് പ്രൂവ് ചെയ്യാനുള്ളത്. കൺസിഡർ ദി മാപ്പ് 5 ഫ്രം എച്ച് ടു ജി എച്ച് ബൈ 5 ഓഫ് എച്ച് സിക്കൽ ടു ജി എച്ച് ഫോർ ഈച്ച് എച്ച് എലമെൻറ്റ് ഓഫ് എച്ച്. അപ്പോൾ ഒരു സബ് ഗ്രൂപ്പിനും അതിൻ്റെ കോസറ്റിനും സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി എച്ചിൽ നിന്നും അതിൻ്റെ കോസറ്റായ ജി എച്ചിലേക്ക് നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. 5 ഓഫ് എച്ച് സിക്കൽ ടു ജി എച്ച്. Clearly this is on to by the definition of GH as GH such that H element of H. അപ്പോൾ ഈ ഒരു ക്ലിയർലി ഇതെന്താണ്, ഓൺ ടു ആണ്. കാരണം ഡെഫിനിഷൻ അങ്ങനെയാണല്ലോ വന്നിരിക്കുന്നത്. ഏതൊരു ജി എച്ചിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എച്ച് ഉണ്ട്. ഇനി ഇത് 1 ആണെന്നാണ് അടുത്ത പ്രൂവ് ചെയ്യാൻ പോകുന്നത്. 5 ഓഫ് എച്ച് 1 ഈക്വൽ 5 ഓഫ് എച്ച് 2 എന്ന് എടുക്കുന്നു. ജി എച്ച് 1 ഈക്വൽ ജി എച്ച് 2 എന്ന് കിട്ടും. ക്യാൻസലേഷൻ വെച്ചിട്ട് എച്ച് 1 ഈക്വൽ എച്ച് 2 എന്ന് കിട്ടും. അപ്പോൾ എച്ചും ഒരു 1 ഓൺ ടു ഫംഗ്ഷൻ എച്ചിന്ന് ജി എച്ചിലേക്ക് ഉണ്ടെങ്കിൽ സെയിം നമ്പർ എലമെൻറ്റ്സ് ഉള്ളത് കൊണ്ടാണല്ലോ അങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്. ലെറ്റ് എൻ ബി ദ ഓർഡർ ഓഫ് ജി ആൻഡ് ലെറ്റ് എച്ച് ഹാവ് ഓർഡർ എം. എൻ എന്ന് പറയുന്നത് ജിയുടെ ഓർഡർ ആണെന്ന് വിചാരിക്കുക, എച്ചിൻ്റെ ഓർഡർ എം ആണെന്ന് വിചാരിക്കുക. ദെൻ എവരി കൊസറ്റ് ഓഫ് എച്ച് ഓൾസോ ഹാസ് എം എലമെൻറ്റ്സ്. അങ്ങനെയാണെങ്കിൽ എച്ചിൻ്റെ എല്ലാ കൊസറ്റിനും എം എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും അല്ലേ. അങ്ങനെ എത്ര കൊസറ്റ് ഉണ്ട്? ലെറ്റ് ആർ ബി ദ നമ്പർ ഓഫ് സെൽസ് ഇൻ ദി പാർട്ടീഷൻ ഓഫ് ജി ഇൻറ്റു ലെഫ്റ്റ് കൊസറ്റ്സ് ഓഫ് എച്ച്. അപ്പം എത്ര കൊസറ്റ് ഉണ്ടെന്നുള്ളതാണ് ഈ എത്ര പാർട്ടീഷൻ എന്നുള്ളത്. അപ്പോൾ അത് 6 എണ്ണമാണെന്ന് വിചാരിക്കുക. അപ്പോൾ 6 ഇൻറ്റു എം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൊത്തം എലമെൻറ്റ്സ് അതിന് കിട്ടുമല്ലോ. ഓക്കെ, അപ്പോൾ എൻ ഈസിക്കൽ 6 ഇൻറ്റു എം എന്ന് കിട്ടും. സോ എം ഈസ് ഇൻഡീഡ് ഡിവൈസർ ഓഫ് എൻ. അപ്പം നമുക്ക് n/r ഈസിക്കൽ എം എന്ന് കിട്ടി. അല്ലെങ്കിൽ n/m ഈസിക്കൽ 6 എന്ന് കിട്ടി. അതായത് എം എന്നിനെ ഡിവൈഡ് ചെയ്യാൻ നമുക്ക് കിട്ടി. ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ പ്രൂവ് ചെയ്യാൻ. ഇനി അടുത്ത കൊറോളറി എവരി ഗ്രൂപ്പ് ഓഫ് പ്രൈം ഓർഡർ ഈ സൈക്ലിക്. ഇപ്പോൾ ലെറ്റ് ജി ബി എ പ്രൈം ഓർഡർ ജി ബി ഓഫ് പ്രൈം ഓർഡർ പി. ജി എന്ന് പറയുന്നൊരു ഗ്രൂപ്പാണ്, അതിൻ്റെ ഓർഡർ പ്രൈം പി ആണെന്ന് വിചാരിക്കുക. ആൻഡ് ലെറ്റ് എ ബി ആൻ എലമെൻറ്റ് ഓഫ് ജി ഡിഫറൻറ്റ് ഫ്രം ദി ഐഡൻറ്റിറ്റി. ഓക്കെ, ജി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, അതിൻ്റെ ഓർഡർ പ്രൈം ആണ്, പി ആണ്. ഇനി ജിയിലെ ഒരു എലമെൻ്റാണ് എ, ഐഡൻറ്റിറ്റി അല്ല. ദെൻ ദ സൈക്ലിക് സബ് ഗ്രൂപ്പ് എ ഓഫ് ജി ജനറേറ്റഡ് ബൈ എ ഹാസ് അറ്റ്ലീസ്റ്റ് 2 എലമെൻറ്റ്സ് എ ആൻഡ് ഇ. ഓക്കെ, അപ്പം നമ്മൾ ജിയിലെ മറ്റൊരു എലമെൻ്റായി എ എടുക്കുന്നു. അതുകൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന അറ്റ്ലീസ്റ്റ് 2 എലമെൻ്റ് എങ്കിലും ഉണ്ടായിരിക്കും, എയും ഉണ്ടായിരിക്കും ഇയും ഉണ്ടായിരിക്കും. ബട്ട് ബൈ തിയറം 10.10 ദ ഓർഡർ എം ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഓഫ് എ മസ്റ്റ് ഡിവൈഡ് ദ പ്രൈം പി. ഓക്കെ, അപ്പം എ എന്ന് പറയുന്ന ഒരു എലമെൻ്റ് എടുത്തു, അതുകൊണ്ട് ജനറേറ്റ് ചെയ്യുമ്പോൾ എ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ മിനിമം 2 എലമെൻ്റ് ഉണ്ടാവും, എയും ഇയും ഉണ്ടാവും. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചത് എന്താ, ഈ പ്രൈമിനെ ഡിവൈഡ് ചെയ്യണം, ഗ്രൂപ്പിനെ ഡിവൈഡ് ചെയ്യണമല്ലോ. അപ്പോൾ പീനെ ഡിവൈഡ് ചെയ്യുന്ന പിന്നെ ഏതാണ്, പി തന്നെ ഉള്ളൂ. അപ്പോൾ എയുടെ ഗ്രൂപ്പിനകത്തിൽ പി എലമെൻറ്റ്സ് ഉണ്ട്, അതായത് എ ജനറേറ്റ് ചെയ്യുന്നത് ജീനെ തന്നെയാണ്. അപ്പോൾ ജി എന്തായി, സൈക്ലിക്കായി. അതാണ് തിയറം. കൊറോളറി. അടുത്ത തിയറം 10.12 ആണ്. ദ ഓർഡർ ഓഫ് ആൻ എലമെൻറ്റ് ഓഫ് എ ഫൈനൈറ്റ് ഗ്രൂപ്പ് ഡിവൈഡ്സ് ദ ഓർഡർ ഓഫ് ദി ഗ്രൂപ്പ്. ദ ഓർഡർ ഓഫ് ആൻ എലമെൻറ്റ് ഓഫ് എ ഫൈനൈറ്റ് ഗ്രൂപ്പ് ഡിവൈഡ്സ് ദ ഓർഡർ ഓഫ് ദ ഗ്രൂപ്പ്. ഒരു ഓർഡർ ഓഫ് ആൻ എലമെൻറ്റ് ആ ഗ്രൂപ്പിൻ്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യുന്നു. ഒരു എലമെൻറ്റിൻ്റെ ഓർഡറും ആ എലമെൻറ്റ് കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് ഗ്രൂപ്പിൻ്റെ ഓർഡർ സെയിമാണ്. അപ്പോൾ ആ സൈക്ലിക് ഗ്രൂപ്പിൻ്റെ ഓർഡർ ആരെ ഡിവൈഡ് ചെയ്യും, ഗ്രൂപ്പിൻ്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യും. അപ്പോൾ എലമെൻറ്റിൻ്റെ ഓർഡർ ആരെ ഡിവൈഡ് ചെയ്യും, ഗ്രൂപ്പിൻ്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യും. അടുത്ത ഡെഫിനേഷൻ ലെറ്റ് എച്ച് ബി എ സബ് ഗ്രൂപ്പ് ഓഫ് എ ഗ്രൂപ്പ് ജി. ദ നമ്പർ ഓഫ് ലെഫ്റ്റ് കൊസറ്റ്സ് ഓഫ് എച്ച് ഇൻ ജി ഈസ് ദി ഇൻഡെക്സ് ഓഫ് എച്ച് ഇൻ ജി. എച്ച് എന്ന് പറയുന്ന സബ് ഗ്രൂപ്പ് ഓഫ് എ ഗ്രൂപ്പ് ജി ആണ്. നമ്പർ ഓഫ് ലെഫ്റ്റ് കൊസറ്റ്സ് ഓഫ് എച്ച് ഇൻ ജി എന്ന് പറയുന്നത് ഇൻഡെക്സ് എന്നാണ് അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഇൻഡെക്സ് ഓഫ് എച്ച് ഇൻ ജി, ജി ഈസ് ടു എച്ച് എന്ന് നമ്മൾക്ക് അങ്ങനെ കാണിക്കും. ജി ഈസ് ടു എച്ച് ഈസ് ഈക്വൽ ടു ഓർഡർ ജി ബൈ ഓർഡർ ഓഫ് എച്ച് എന്നാണ് നമ്മൾ എഴുതുന്നത്. ഇൻഡെക്സ് നമ്പർ ഓഫ് ലെഫ്റ്റ് കൊസറ്റ്സ് ഓഫ് എച്ച് ഇൻ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ ഓഫ് എച്ച് ബൈ ഓർഡർ ജി ബൈ ഓർഡർ ഓഫ് എച്ച് ആണ്. അടുത്ത തിയറം 10.14 സപ്പോസ് എച്ച് ആൻഡ് കെ ആർ subgroups of group G such that
K is a subgroup of H, subgroup of G, and suppose index of H in K and index of K in H and index of H in G are both finite. Hും ഇപ്പം ജിയുടെ സബ് ഗ്രൂപ്പ് എച്ചിൻ്റെ സബ് ഗ്രൂപ്പ് കെ. ഇപ്പം രണ്ടിൻ്റെയും ഇൻഡെക്സും എടുത്തിട്ടുണ്ട്, അത് രണ്ടും ഫൈനൈറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇൻഡെക്സ് ഓഫ് കെ ഇൻ ജി എന്ന് പറയുന്നതും ഫൈനൈറ്റ് ആയിരിക്കും. ഇൻഡെക്സ് ഓഫ് എ ഇൻ ജി എങ്ങനെ കണ്ടുപിടിക്കും? ഇൻഡെക്സ് ഓഫ് എച്ച് ഇൻ ജി ഇൻറ്റു ഇൻഡെക്സ് ഓഫ് കെ ഇൻ എച്ച്.